ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ 5 ഡെസിമൽ മെത്തേഡ്സിൻ്റെ മുഴുവൻ പ്രോബ്ലംസുമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേജ് നമ്പർ 70, 71, 73, 74, 76, 78, 80, 81 ആൻഡ് 82 മുഴുവൻ പ്രോബ്ലംസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ കാണുക. ഓരോ പേജിൻ്റെയും ഏതു മുതലാണ് തുടങ്ങുന്നത് എന്ന കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലംസ് നോക്കാം. ഇത് നമുക്ക് പ്രോബ്ലംസ് അല്ല, നമുക്ക് അതിന് മുമ്പുള്ള എക്സാമ്പിളാണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കാൻ യു റൈറ്റ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദോസ് ഫ്രാക്ഷൻസ്? അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 325/10 ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 325/10 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ താഴെയുള്ള സീറോസിൻ്റെ എണ്ണമാണ്. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഇവിടെ ആകെ ഒരു സീറോ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസിമൽ ഫോമിൽ എത്ര ഉണ്ടാവും? 325 ആണുള്ളത്. അപ്പോൾ ഇവിടെ 0 ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്ലേസ് മാറ്റിയിട്ട് പോയിൻ്റ് ഇടുക. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 32.5. അപ്പം ഫസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്? 32.5. നെക്സ്റ്റ് 325/100. ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്താവണം? 2 പ്ലേസ് മാറ്റിയിട്ട് നമ്മൾ പോയിൻ്റ് ഇടണം. അപ്പം 1, 2 2 പ്ലേസ്, 2 സീറോസ് ആണുള്ളത്. അപ്പോൾ 2 പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മുടെ പോയിൻ്റ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 3.25. ഓക്കെ, ഇനി അടുത്തത് 325/1000. 325/1000 ആണ് അടുത്ത വന്നിരിക്കുന്നത്. 325/1000. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 സീറോസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ 325 ഇങ്ങനെ എഴുതി. ഇവിടെ 3 സീറോസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 1 പ്ലേസ് മാറ്റി, 2 പ്ലേസ് മാറ്റി, 3 പ്ലേസ് മാറ്റി. അപ്പം നമ്മൾ പോയിൻ്റ് എവിടെ എഴുതും? ഇവിടെ എഴുതും. അങ്ങേക്കൊരു 0 ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 0.325. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പേജിലുണ്ട് വേറൊരു പ്രോബ്ലം, അതും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 476/10 ഇവിടെ നമ്മൾ ഒരു 0 ആണുള്ളത്. അപ്പോൾ 476ൻ്റെ എവിടെ നമ്മൾ പോയിൻ്റ് ഇടും? നമ്മൾ ഒരു പ്ലേസ് മാറ്റി, ഒരു 0 ഉള്ള, അപ്പോൾ ഒരു പ്ലേസ് മാറ്റി കുത്തി. അപ്പോൾ 47.6. ഇനി അടുത്ത നോക്കൂ, 476/100 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 476 ഇങ്ങനെ എഴുതുക. ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്ലേസ് മാറ്റി കുത്തണം. അപ്പോൾ 4.76. ഇനി ഇവിടെ നോക്കൂ, 476/1000 ആണുള്ളത്. അപ്പോൾ നമ്മൾ 476 എന്ന് എഴുതി. ഇവിടെ എന്താണ്? 3 സീറോസ് ആണുള്ളത്. അപ്പോൾ 1, 2, 3. അപ്പോൾ ഇവിടെയാണ് കുത്തേണ്ടത്. ഭംഗിക്കൊരു 0 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.476. ഇനി ഇവിടെ നോക്കൂ, 1, 2, 3, 4 സീറോസ് ആണുള്ളത്. പക്ഷേ നമുക്കിവിടെ 3 പ്ലേസസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3. അപ്പോൾ 3 പോരാ, നമുക്കിവിടെ 4 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 0 എക്സ്ട്രാ ഇട്ട് കൊടുത്ത് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻ്റ് കണക്കായല്ലോ. 4 സീറോസ് ഉണ്ട്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 പ്ലേസസും ഉണ്ട്. അപ്പം ഭംഗിക്കൊരു 0 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് പേജ് നമ്പർ 71 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 71 എന്താണുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യന് 45.6. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 47.6നെ ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്ലേസേ ഉള്ളൂ അല്ലേ? പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? ഇവിടെ ഒരൊറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് ഉണ്ടാവും? ഒരൊറ്റ 0 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 അല്ലേ? 456/10. ഓക്കെ, ഇനി അടുത്തത് 45.06. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് അങ്ങനെ തന്നെ എഴുതാം. 4506. ഓക്കെ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1, 2 പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 2 സീറോസ് വേണം. 2 സീറോസ് ഉള്ള ആരാണ്? 100 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4506/100. ഓക്കെ, എഗെയിൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, 45.67 ആണുള്ളത്. 45.67. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അതങ്ങനെ തന്നെ എഴുതാം.
ഇങ്ങനെ എഴുതാം. നമ്മൾ പോയിൻ്റ് ഒന്നും നോക്കാണ്ട് ഇങ്ങനെ എഴുതാമെന്നോ. അപ്പോൾ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സീറോസ് വേണം? 2 സീറോസ് വേണം. അപ്പോൾ 4567/100. ഓക്കെ, ഇനി അടുത്തത് 4.506. ഇവിടെ നമ്മൾ ഇതേപോലെ എഴുതുന്നു. 4506 അതേപോലെ എഴുതുന്നു. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? 1 2 3 പ്ലേസസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വേണം? 3 സീറോസ് വേണം. അപ്പോൾ 4506/1000. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 456.07. ഓക്കെ, അപ്പം നമ്മൾ ഇതിങ്ങനെ എഴുതി. ഓക്കെ, ഇത് നമ്മുടെ അതേപോലെ പോയിൻ്റ് ഒഴിവാക്കി എഴുതി. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസസാണ് ഉള്ളത്? 2 പ്ലേസസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര വേണം? 2 സീറോസ് വേണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 45,607/100 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡെസിമൽ ഫോംസിൽ. അപ്പോൾ വളരെ എളുപ്പമാണ് ഡെസിമൽ മെത്തേഡ്സ്. ഇനി നമുക്ക് പേജ് നമ്പർ 73 പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ദ ഫിഗർ ബിലോ ഷോസ് എ റെഗുലർ പെൻറ്റഗൺ. ഇതൊരു റെഗുലർ പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ അറിയാമല്ലോ, എത്ര സൈഡ്സ് ഉണ്ടാവും? 1 2 3 4 5 6 5 അല്ലേ? ഓക്കെ, 5 ഉള്ളതിനെയാണ് നമ്മൾ പെൻറ്റഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ പെൻറ്റഗൺ. പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ കാണാനാണ്. അതിന് നമ്മൾ എങ്ങനെ ചെയ്യാം? പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണുക? നമ്മൾ 5 ഇൻറ്റു സൈഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ 2.35 ഒരു സൈഡാന്ന് തന്നിട്ടുണ്ട് അല്ലേ? 2.35 ഒരു സൈഡാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഗിവൺ എന്തൊക്കെ തന്നിരിക്കുന്നത്? സൈഡ് ലെങ്ത് ആണ്. അപ്പോൾ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 2.35 മീറ്റേഴ്സ് ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പെരിമീറ്റർ ഈക്വൽ ടു 2.35 മീറ്റേഴ്സ് ഇൻറ്റു 5. 2.35 മീറ്റേഴ്സ് ഇൻറ്റു 5 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? 2.35 മീറ്റേഴ്സ് ഇൻറ്റു 5, അതായത് സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ? ഇവിടെ 2.35 എന്ന് പറയുന്നതിന് അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? 235/100 എന്ന് എഴുതാം അല്ലേ? 235/100, അതായത് പോയിൻ്റ് കഴിഞ്ഞ് 2 പ്ലേസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 100 കൊടുത്തു. 235/100 ഇൻറ്റു 5. ഇവിടെ 235നെ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 5 ഇൻറ്റു 5 25, ബാലൻസ് 2, 3 5 15, 3 ഇൻറ്റു 5 15, 15 പ്ലസ് 2, 15നോട് ഈ ബാലൻസുള്ള 2 കൂട്ടി, അപ്പം നമുക്ക് 17 ആണ്. ഇനി ബാലൻസ് 1 ആണ്. 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ആണ്. 10നോട് ഈ ബാക്കിയുള്ള 1 കൂട്ടി, അപ്പം 11. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1175/100. ഇനി നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 1175, ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ 2 പ്ലേസ് നമ്മൾ മാറ്റിയിട്ടാണ് പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 11.75 മീറ്റേഴ്സാണ്. എത്രയാണ്? 11.75 മീറ്റേഴ്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A kid needs 1.45 meters of cloth for a shirt. How many meters of cloth is needed for 4 shirts? അപ്പോൾ ഒരു കുട്ടിക്ക് 1.45 മീറ്റർ ക്ലോത്ത് വേണം ഒരു ഷർട്ടിന്. അങ്ങനെ എത്ര മീറ്റർ വേണം 4 ഷർട്ടിന് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ക്ലോത്ത് എത്രയാണ്? ക്ലോത്തിൻ്റെ പെർ ഷർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1.45 മീറ്റേഴ്സാണ്. എത്രയാണ്? ഒരു ക്ലോത്തിന്, ഒരു ഷർട്ടിന് വേണ്ട ക്ലോത്ത് എന്ന് പറയുന്നത് 1.45 മീറ്റേഴ്സാണ്. ഇനി എത്ര ഷർട്ട് വേണം? നമ്പർ ഓഫ് ഷർട്ട്സ് 4 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്യും? 1.45 മീറ്റേഴ്സ് ഇൻറ്റു 4 അല്ലേ? അത് നമുക്ക് എങ്ങനെ ചെയ്യാം? 1.45 എന്ന് പറയുമ്പം നമ്മൾ അതിനെ മാറ്റി അല്ലേ? ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 പ്ലേസസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സീറോസ് വേണം നമ്മുടെ ആൻസറിൽ. അപ്പം 145/100 ഇൻറ്റു 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 145നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 4 ഇൻറ്റു 5 20, ബാലൻസ് 2 ആണ്. 4 ഇൻറ്റു 4 16, 16 പ്ലസ് 2 18, ബാലൻസ് 1. 4 ഇൻറ്റു 4 4 4 പ്ലസ് 1
5. ഇപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 580 ആണ്. അപ്പോൾ 580/100, 580/100 ആണുള്ളത്. ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ 2 പ്ലേസ് മാറ്റിക്കുത്തി. അപ്പോൾ 5.80 മീറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്ലോത്ത് വേണ്ടത് എത്രയാണ്? 5.80 മീറ്റേഴ്സാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. എ ബാഗ് ഹോൾഡ്സ് 4.75 kilograms ഓഫ് റൈസ്. അപ്പോൾ ഒരു ബാഗിൽ എത്ര റൈസ് ഉണ്ട്? 4.75, 4.75 kilograms റൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോമിൽ എങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ ചെയ്ത് 475/100 അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 zeros ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 100. ഹൗ മച്ച് റൈസ് ക്യാൻ ബി ഈച്ച് സച്ച് ബാഗ്സ് ഹോൾഡ്? അങ്ങനത്തെ 8 ബാഗിൽ എത്ര റൈസ് ഹോൾഡ് ചെയ്യാൻ എത്ര റൈസ് വേണമെന്ന്, 8 ബാഗിലെ റൈസ് എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്കിത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതിയിട്ട് നോക്കാം. ഓക്കെ, റൈസ് ഇൻ ബാഗ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. റൈസ് പെർ ബാഗ് 4.75 kilogram. നമ്പർ ഓഫ് ബാഗ്സ് ഈറ്റ്. ടോട്ടൽ റൈസ് എന്ന് പറഞ്ഞാൽ 4.75 kilogram ഇൻറ്റു 8. അപ്പോൾ 4.75 kilograms ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 475/100 ഇൻറ്റു 8 അല്ലേ? 475/100 ഇൻറ്റു 8. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? 475നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 8 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 40, ബാലൻസ് 4 ഇവിടെ ഇട്ട്. 8 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 56 ആണ്. 56 + 4 60. അപ്പോൾ 60ൻ്റെ 6 ഇവിടെ ഉണ്ട്. ഇനി 8 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 32, 32 + 6 എന്ന് പറയുമ്പോൾ 38. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3800/100 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ 3800 എന്ന് പറഞ്ഞാൽ 2 zeros ഉള്ളത്. അപ്പോൾ 2 പ്ലേസ് നമ്മൾ മാറ്റി കുത്തിട്ടു. അപ്പോൾ എത്രയാണ് ആൻസർ? 38. ഈ സീറോസ് ഇവിടെ ബാധകമല്ല. അപ്പോൾ 38 kilogram ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് പേജ് നമ്പർ 73 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൊത്തം 4 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 നമ്മൾ വളരെ ക്ലീനായിട്ട് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ വെസൽ ഫുൾ ഓഫ് എന്താണ്? ഓയിലാണ്. ഒരു പാത്രത്തിൽ നിറയെ ഓയിലുണ്ട്. യൂസ്ഡ് ടു ഫിൽ 6 ബോട്ടിൽ. ഈച്ച് ബോട്ടിൽ ഹോൾഡ്സ് 0.75 liters. അപ്പോൾ അത് 6 ബോട്ടിൽസിലേക്ക് മാറ്റണം. ഓരോ ബോട്ടിലും എന്തുണ്ട്? എത്ര? 0.75 ലിറ്റർ ഓയിലുണ്ട്. അപ്പോൾ എത്രയാണ് ഓയിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഓയിൽ പെർ ബോട്ടിൽ 0.75 liters. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് 0.75 എന്ന് പറയുമ്പോൾ അതെങ്ങനെ എഴുതാം? 75/100. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. അപ്പോൾ 2 zeros. അപ്പോൾ 75/100. ഇനി എത്ര ബോട്ടിലാണുള്ളത്? 6 ബോട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് 75 × 6 ചെയ്യണം. ഓക്കെ, 75 × 6. ഓക്കെ, 6 × 5 30, ബാലൻസ് 3. ഓക്കെ, 6 × 6 36, പിന്നെ 7 × 6 42, 42 + 3 450. ഓക്കെ, 450/100 ആണുള്ളത്. അപ്പോൾ നമ്മൾ 450നെ 100 ആണല്ലോ. അപ്പോൾ 2 പ്ലേസ് മാറ്റിയിടണം. 1 2 പ്ലേസ് മാറ്റിയിട്ടു. അപ്പോൾ നമുക്ക് എത്രയാണ്? 4.5 liters ആണ് കിട്ടുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 74 പ്രോബ്ലംസും അതേപോലെ തന്നെ പേജ് നമ്പർ 76 ആണ്. അത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 6.25 meters ആൻഡ് വിഡ്ത്ത് 4.2 meters. അപ്പം നമുക്ക് റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്. റെക്ടാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പം നമുക്കത് കാണാൻ 6.25 എന്ന് പറയുമ്പം നമ്മളത് ഫ്രാക്ഷണൽ ഫോം ആകുമ്പം 625/100 ആവും. അതായത് പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് വാല്യൂ ആണുള്ളത്. അപ്പോൾ നമുക്ക് 2 zeros. ഇവിടെ 4.2 എന്ന് പറയുന്നത് 42/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. ഇവിടെ 6.25 × 4.2. അപ്പോൾ നമ്മൾ 625/100 × 42/10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 625നെ 42 നമ്മൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ,
2 into 5 എത്രയാണ് 10 ആണ്. ബാലൻസ് 1. 2 into 2 4. 4 plus 1 5. ഓക്കെ. 6 into 2 12. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത 4 into 5 20. അപ്പോൾ 2 ബാലൻസ് ഇവിടെ ഇട്ടു. 4 into 2 8. 8 into 2 എന്ന് പറയുന്ന 10. 10ൽ 0 ഇട്ടു. 1 ബാലൻസ്. 6 into 4 24. 24 plus 1 25. ഓക്കെ. ഇനി 0 5 plus 0 5. 2 plus 0 2. 1 plus 5 6 2 2. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് 26250. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അതായത് 26,250 by 1000. ഇവിടെ 100 into 10 1000. ഓക്കെ. അപ്പം നമ്മൾ ഇത് ഇൻറ്റു ഒക്കെ കറക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ 26250. ഇത് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 1000ന് 3 zeros ഉണ്ട്. അപ്പം 3 പ്ലേസ് മാറ്റിയിടണം. 1 2 3. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഡോട്ട് ഇടേണ്ടത്. അപ്പം 26.25 സ്ക്വയർ മീറ്റർ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ വെയ്റ്റ് ഓഫ് 1 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 gram. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 10.5 milliliters ഓഫ് കോക്കനട്ട് ഓയിൽ? അപ്പോൾ 1 milliliter ഓഫ് കോക്കനട്ട് ഓയിലിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 0.91 ആണ്. അതേപോലത്തെ 10.5 milliliters ഓഫ് കോക്കനട്ട് ഓയിലിൻ്റെ വെയിറ്റ് എത്രയാണ്? അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 0.91 നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ 91/100. അതായത് പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഉള്ള അതുകൊണ്ട് നമ്മൾ 2 zeros ഇട്ടു. ഇനി 10.5നെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്ലേസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് 10 ആണ് വരേണ്ടത്. 105/10. ഓക്കെ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. വെയിറ്റ് ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ 0.9 into 10.5. അപ്പോൾ 91/100 into 100/5 105/10. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 105 into 91 നമ്മൾ ചെയ്യണം. അപ്പോൾ 1 into 5 5. 1 into 0 0. 1 into 1 1. ഓക്കെ. 9 into 5 45. അതിൽ 4 ബാലൻസ് വന്ന് ഇവിടെ എഴുതി. 9 into 0 0 ആണ്. അതിനോട് 4 ആഡ് ചെയ്തു. അപ്പോൾ 4 ഇവിടെ എഴുതി. 9 into 9 9. ഓക്കെ. ഇനി നമ്മൾ ആഡ് ചെയ്യാണ്. 5 0 plus 5 5. 1 plus 4 5 9. ഓക്കെ. നമ്മുടെ ആൻസർ എന്താണ്? 9555. ഇനി 100 into 10 ചെയ്തപ്പോൾ നമുക്ക് 1000 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ആൻസർ എത്ര? 955/1000 വരുമ്പോൾ ഇവിടെ 3 zeros ആണുള്ളത്. അപ്പോൾ 3 പ്ലേസ് മാറ്റി നമ്മൾ കുത്തിടണം. 1 2 3. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 9.55 gram. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു പേജിലെ മൂന്നാമത്തെ ചോദ്യം. ആകെ 3 ചോദ്യമേ ഉള്ളൂ. ഓക്കെ. ദ പ്രൈസ് ഓഫ് 1 liter ഓഫ് പെട്രോൾ ഈസ് 110.12 rupees. What is the price of 2.5 liters of petrol? അപ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ പൈസ എത്രയാണ്? അതായത് 110.12. ഇപ്പോൾ ഇത് ഫ്രാക്ഷൻ ഫോം വയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? 12ന് പകരം 20 കൊടുക്കുക. ഓക്കെ. പിന്നെ 2.5 ലിറ്റർ എന്ന് പറയുമ്പോൾ 25/10. അപ്പോൾ ഇത് 2 ഇൻറ്റു ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രൈസ് ഓഫ് പെട്രോൾ എന്ന് പറയുമ്പോൾ 0.12 into 2.5. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 11,012/100 into 25/10 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് ഈ ഇൻറ്റു. നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. ഒക്കെ നമ്മുടെ സമ്മൊക്കെ മാറിപ്പോവും. ഓക്കെ. 5 into 2 എന്ന് പറയുമ്പോൾ 10. ബാലൻസ് 1. 1 into 5 എന്ന് പറയുമ്പോൾ 5. 5 plus 1 6. ഓക്കെ. 5 into 0 5. 5 into 1 5. 5 into 1 5. 2 into 2 4. ഓക്കെ. 1 into 2 2. അപ്പോൾ 4 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി. 4 2. ഇനി 2 0 0. 2 1 1. 1 into 2 2. ഓക്കെ. നമുക്കിത് കൂട്ടണം. ഇവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് 0 കൂട്ടിയപ്പോൾ 0 കിട്ടി. 6 plus 4 10 ആണ്. ബാലൻസ് 1 ഉണ്ട്. 0 plus 2 എന്ന് പറയുമ്പോൾ 2 ആണ്. ഈ ബാലൻസ് 1 ഉള്ളത് എഴുതി 3. 5 plus 0 എന്ന് പറയുമ്പോൾ 5.
5 + 2 എന്ന് പറയുന്നത് 7, പിന്നെ 2. അപ്പോൾ നമ്മളിവിടെ എഴുതി. ഇനി ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഡെസിമൽ ഫോം എത്ര കിട്ടുക? 1 2 3 3 സീറോസ് ആണുള്ളത്. അപ്പം 1 2 3. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഡോട്ട് ഇടേണ്ടത്. അതായത് 275 rupees 30 paise. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ഇപ്പോൾ പേജ് നമ്പർ 74 ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 76 നോക്കാം. പേജ് നമ്പർ 76 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് 1234 into 56. അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് 69,104. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് പ്രോബ്ലംസ് വിതൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ആക്ച്വലായിട്ട് ഗുണിക്കൊന്നും വേണ്ട, ഇൻറ്റു ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ നമ്മുടെ ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ 69,104 ഇവിടെ എഴുതി വെച്ചു. നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി ഇവിടെ നോക്കൂ, 1.234 into 56. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1 2 3. ആദ്യത്തേൽ 3 പ്ലേസസ് ഉണ്ട്, ഇതിലാണെന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസറിലും എത്ര പ്ലേസ് വേണം? 3 പ്ലേസ് നമ്മൾ മാറ്റിയിടണം. അപ്പോൾ 1 2 3. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻസർ എത്രയാണ്? 69.104. അതാണ് നമ്മുടെ ആദ്യത്തേതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ എഴുതാണ് 69,104. ഇവിടെ നോക്കൂ, ആദ്യത്തേൽ 2 പ്ലേസ് ഉണ്ട് അല്ലേ? രണ്ടാമത്തേൽ 1 പ്ലേസും ആണുള്ളത്. മൊത്തത്തിൽ എത്ര പ്ലേസ് ഉണ്ട്? 2ഉം 1ഉം 3. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര പ്ലേസ് വേണം? 3 പ്ലേസ് വേണം. അപ്പോൾ 1 2 3. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തേൻ്റെ ആൻസർ എന്താണ്? 69.104. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത നമുക്ക് ആൻസർ ഇത് എഴുതി വെക്കാം 69,104. ഇവിടെ നോക്കൂ, ആദ്യത്തേൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്ലേസ് ഉള്ളൂ. രണ്ടാമത്തേൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ആണുള്ളത്. അപ്പം മൊത്തത്തിൽ എത്ര ഉണ്ട്? 3 പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 1 2 3 3 പ്ലേസ് മാറ്റിയിടണം. അപ്പോഴും ആൻസർ എത്രയാണ്? 69.104. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് വൺ നോക്കും. 1 2 3 4 into 0.056. അപ്പോൾ ഇതിൽ പ്ലേസ് വാല്യൂ ഒന്നും നോക്കാനില്ല. ഇതിൽ 3 പ്ലേസ് ആണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴും അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 1 2 3. അപ്പോൾ 69.104. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസർ എന്താണ്? 69.104. കാരണം എവിടെ നോക്കിയാലും ഇതിന് 3 പ്ലേസ് ആണ്. ഇവിടെയും 2ഉം 1ഉം 3, ഇവിടെ 1ഉം 2ഉം 3, ഇവിടെ 3. അങ്ങനെ 3 പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 3 പ്ലേസ് മാറ്റി ഇവിടെ പോയിന്റ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Like in the following products, how many of them gives the same product as 1.234 into 5.67? അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ മൊത്തത്തിൽ ഇവിടെ 3ഉം ഇവിടെ 2ഉം 3ഉം 2 5 പ്ലേസ് നമ്മുടെ ആൻസറിൽ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 5 എണ്ണുള്ള ഏതാന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ 2ഉം ഇവിടെ 3ഉം. അപ്പോൾ എന്താണ്? അത് 5 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റാന്ന് പറയാം. ഇനി ഇവിടെ നോക്കൂ, ഇത് 3 ആണ്, ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പം 3 പ്ലേസേ ഉള്ളൂ. അപ്പോൾ അത് ശരിയല്ല. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 4 പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ 4ഉം 2ഉം 6. അപ്പോൾ അതും ശരിയല്ല. നമുക്ക് ആകെ 5 പ്ലേസേ വേണ്ടുള്ളൂ. അപ്പോൾ അതും തെറ്റ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 3 പ്ലേസും ഇവിടെ 1 പ്ലേസും. അപ്പോൾ 3ഉം 1ഉം 4. നമ്മുടെ ആൻസറിൽ എത്ര വേണം? 4 പ്ലേസ്. അതും ശരിയല്ല. ഇവിടെ നോക്കൂ, ഇവിടെ 1 പ്ലേസും ഇവിടെ 4 പ്ലേസും, മൊത്തം 5 പ്ലേസ്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഏത് എഴുതാം? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? in the product 1.234 into 5.6, the digits in the decimal part എന്ന് പറയുന്നത് 3 + 2 5 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റും 5ഉം, ആദ്യത്തതും ഒന്നാമത്തതും അഞ്ചാമത്തതും എന്താണ്? gives the same product as 1.234 into 5.6. അപ്പോൾ ഇതിൽ ശരി ഏതാണ്? 1ഉം 5ഉം മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഈ ലാസ്റ്റ് വൺ ആണ്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഈ ഇതിൽ നിന്ന് ലീസ്റ്റ് ആയിട്ടുള്ളതും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളതും നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്, പ്രോഡക്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 0.11 ഇൻറ്റു 11. ഓക്കെ, നമുക്കറിയാം, അതായത് 0.11 ഇൻറ്റു 11. അപ്പോൾ ആദ്യത്തെ 11 ഇൻറ്റു 11 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്, അതായത് 121. അപ്പോൾ നമുക്ക് 121 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, 0.11 ഇൻറ്റു 0.111. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 2 പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസറിൽ മൊത്തം 4 പ്ലേസ് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് 1.1 ഇൻറ്റു 1.1. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇവിടെ 121 നമ്മൾ എഴുതാം. ഇവിടെ 1 ഇവിടെ 1 ആണുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ 2 പ്ലേസ് മാറ്റി കുത്തിയിട്ട. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.21. രണ്ടാമത്തേൻ്റെ ആൻസർ എത്രയാണ്? 1.21. ഇനി മൂന്നാമത്തെ നോക്കൂ, 1.01 ഇൻറ്റു 1.01. 101 ഇൻറ്റു 101 എന്ന് പറയുന്നത് എത്രയാണ്? 10201 ആണ്. ഓക്കെ, 10201 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പോയിന്റ് ഇവിടെ 2 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്, അപ്പോൾ മൊത്തം 4 പോയിന്റ്. അപ്പോൾ ആൻസർ എത്രയാണ്? 1.021. ഓക്കെ, ഇനി അടുത്ത എഴുതാം. 0.101 ഇൻറ്റു 1.1. ഓക്കെ, അപ്പോൾ 101 ഇൻറ്റു 11 എന്ന് പറയുന്നത് എത്രയാണ്? 1111. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഇവിടെ 3 പോയിന്റ്, ഇവിടെ 1 പോയിന്റോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ട്, 0.111. ഓക്കെ, ഇനി അടുത്തത് 101 ഇൻറ്റു 101. അതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തത് 10201 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റും ഇവിടെ 3 പോയിന്റ്, അപ്പോൾ 1 2 3 4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.0201. ഓക്കെ, ഏതാണ് നമ്മുടെ ആൻസർ? 1.0201. ഇതിൽ നമ്മളിപ്പോൾ ആൻസർ ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 0.0121. രണ്ടാമത്തേത് 1.21. മൂന്നാമത്തേത് 1.0201. നാലാമത്തേത് 0.111. അഞ്ചാമത്തേത് 1.0201. ഓക്കെ, ഇതിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് ഇതാണ്, 1.21 ആണ് ഗ്രേറ്റസ്റ്റ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഏതാണ്? 1.21, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ്റെ ആണ് ഗ്രേറ്റസ്റ്റ്. ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 0.0121, അതായത് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ലീസ്റ്റും ഗ്രേറ്റസ്റ്റും. ഇനി നമുക്ക് അടുത്ത പേജ് നമ്പർ 78 ആൻഡ് 80 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 12.9 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 12.9 ആണ്. ഇക്വിലാറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ സൈഡും, അതായത് ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉണ്ടാവുക, അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 ഇൻറ്റു സൈഡാണ്. അപ്പോൾ പെരിമീറ്റർ കാണാൻ നമ്മൾ സൈഡ് കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പെരിമീറ്റർ ബൈ 3 ആണ് അല്ലേ? പെരിമീറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു സൈഡിൻ്റെ നീളം കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 12.9 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 12.9 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ നമ്മൾ 12.9 ഡിവൈഡഡ് ബൈ 3 നമ്മൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇൻറ്റു ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഡിവിഷന് പകരം നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 12.9 ഇൻറ്റു
ഓക്കെ, 3 എന്ന് പറയുന്നത് 3/1 ആണ്. ഓക്കെ, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 12.9 ഇൻറ്റു 1/3 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 12.9 ഇൻറ്റു 1/3. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12.9 എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ 129/10 അല്ലേ, 129/10 ഇൻറ്റു 1/3 അതാണ് ഇവിടെ കാണുന്നത്. 129/10 ഇൻറ്റു 1/3. നമ്മൾ ഇതിനെ എങ്ങനെ സൊല്യൂഷൻ കാണും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് രണ്ട് സംഭവങ്ങളാണുള്ളത്. 129 ഡിവൈഡഡ് ബൈ 3 അല്ലേ, 129 ഡിവൈഡഡ് ബൈ 3. ഇവിടെ 129ലും 3ലും കോമൺ ആയിട്ട് പോകുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ 129ലും 3ലും 3 തന്നെ ഉള്ളു പോകുക. അപ്പോൾ 129ൽ എന്താ 3 പോകുമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ നോക്കാൻ നമ്മളൊരു എളുപ്പമാർഗം 129 ആണല്ലോ. അപ്പോൾ 1 + 2 + 9, അപ്പോൾ 3 + 9 12 എന്ന് പറയുന്നത് 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ഈ 129 3ൽ പോകുന്നു നമുക്ക് മനസ്സിലാക്കാം. അതൊരു ഈസി ട്രിക്കാണ്. അപ്പോൾ നമുക്ക് 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ 3 മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ 129 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മൾ 12 4 ടൈംസ് 9 3 ടൈംസ് 43 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് 3 നമ്മൾ എടുത്തു. ഓക്കെ, രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് 3 എടുത്തു, 3/3. ഓക്കെ, ഇനി നമ്മൾ 129ൽ എത്ര പ്രാവശ്യം 3 പോകും? അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 43 അല്ലേ. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 10 ആണ് ഉള്ളത്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3യും 3യും നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് 43/10 ആണ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 4.3 നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത കണക്കും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, 16.5 kilograms of rice was divided equally among 5 people. How many kilogram did each get? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നതല്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ല, സോറി, ഡിവിഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 16.5 കിലോഗ്രാം റൈസ് ഉണ്ട്. അത് 5 പീപ്പിളിനാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഡിവിഷനാണ് 16.5 ഡിവൈഡഡ് ബൈ 5 ആണ് ഇവിടെ നമുക്ക് വരുന്നത്. നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 16.5 ഡിവൈഡഡ് ബൈ 5, അത് നമുക്ക് 16.5 ഇൻറ്റു 1/5. ഡിവിഷൻ ഉള്ളത് നമുക്ക് എന്താക്കാം, റെസിപ്രോക്കൽ ഇട്ടിട്ട് ഇൻറ്റു ചെയ്യാം. അതുകൊണ്ടാണ് ഇത് 16.5 ഇൻറ്റു 1/5 വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? 16.5നെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി. അതെന്തായി? 165/10 ഇൻറ്റു 1/5. ഇനി നമ്മളിവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ 165ലും 5ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ചു. എന്താണ്? 5 ആയതുകൊണ്ട് ഇവിടെ എന്താണ്? 5 ആണ് അല്ലേ. അതായത് 165 ഇത് 5ൽ പോകുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ 1ൻ്റെ പ്ലേസിൽ 0യോ 5ഓ തന്നാൽ 5ഓ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 5ൽ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 165/10 ഇൻറ്റു 1/5. ഇവിടെ 165ൽ എത്ര 5 ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 3 15, ഇവിടെ ബാലൻസ് 1 15 3, അപ്പോൾ 33 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ 33/10 ഇൻറ്റു 5/5. ഇവിടെ 5 കട്ട് ചെയ്തു. പിന്നെന്താ ഉള്ളത്? 33/10. അത് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ 3.3 kg. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, a large vessel contains 25.2 liters of coconut oil. It was used to fill 6 small vessels in the same size. How much does each small vessel contain? ഇപ്പോൾ 25.2 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്. അത് 6 സ്മോൾ ബോട്ടിൽ വെസൽസിലേക്ക് നിറയ്ക്കണം. അപ്പോൾ എത്രയാണ് ഉള്ളതെന്ന് ഡിവിഷനാണ് ഇവിടെയും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 25.2 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 25.2 എന്ന് പറയുമ്പോൾ 252/10 അല്ലേ, ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ നമ്മൾ 252/10 ഇൻറ്റു
1/6 എഴുതും അല്ലേ, 1/6. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ കോമൺ ആയിട്ടുള്ളത് 6 ആണുള്ളതല്ലേ. 6 252 എന്തായാലും ഇതിൽ 250 പോകുന്നത് തന്നെ ആയിരിക്കും ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നും കൊടുക്കൂല. അപ്പോൾ 252 6 പോകും. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കുക. 252 ഡിവൈഡഡ് ബൈ 6. 6ൽ 6 4 24, 5 - 4 1 12. അപ്പോൾ ഇവിടെ എത്രയാണ്? 252ൽ 6 42 ടൈംസ് ആണ് പോകാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ എന്താക്കി, 6നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. 42 252ൽ 42 അല്ലേ, 42 ടൈംസ് ആണ്. 42/10 × 6/6. അപ്പോൾ 6ഉം 6ഉം കട്ട് ചെയ്തു. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4.2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 33.6 kilogram of rice divided equally among 8 people. Sujata divided what she got into 3 equal parts and gave 1 part to Razia. How much did Razia got? ഇവിടെ ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കാം. 33.6 കിലോഗ്രാം 33.6 കിലോഗ്രാം റൈസ് ഉണ്ട്. അത് 8 പീപ്പിളിന് 8 ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സുജാത ഡിവൈഡഡ് വാട്ട് ഷി ഗോട്ട് 3 ഈക്വൽ പാർട്സ്. അപ്പോൾ സുജാത എന്ത് ചെയ്തു? അവൾക്ക് ആ കിട്ടിയ 8ആയിട്ട് ഭാഗിച്ചെന്ന് കിട്ടിയത് 3 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട് റസിയക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ ആൾക്കും കിട്ടിയത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 33.6 ഡിവൈഡഡ് ബൈ 8. ഇവിടെ 33/6 × 1/8 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഡിവിഷൻ വന്നിട്ട് നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ആണ് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 36/10 × 1/8. ഓക്കെ, ഇനി നമുക്കിത് 8ൽ എന്തായാലും ഡിവിഷൻ ആക്കും. അപ്പോൾ നമുക്ക് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 336 ഡിവൈഡഡ് ബൈ 8. 3 - 2 16. 2 × 8 16. അപ്പോൾ 42 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 42/10 × 8/8. അപ്പോൾ 8ഉം 8ഉം കട്ട് ചെയ്തു. അപ്പോൾ 42/10 ആണ് ഇവിടെ കിട്ടിയത്. അത് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 4.2 കിട്ടും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എമൗണ്ട് ഓഫ് റസിയ റിസീവ്ഡ്. അപ്പോൾ ഈ 4.2 എല്ലാവർക്കും കിട്ടി. അതിൽ സുജാത എന്താക്കി? അവരത് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ആ ഒരു ഭാഗമാണ് റസിയക്ക് കൊടുത്തത്. അപ്പോൾ എന്താണ്? 4.2 ഡിവൈഡഡ് ബൈ 3. 4.2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 4.2 × 1/3 അല്ലേ. അപ്പോൾ 4.2നെ നമ്മൾ 42/10 × 1/3 എന്ന് മാറ്റി എഴുതി. അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് 42ൽ 3 എത്ര ടൈംസ് ആണെന്ന് നോക്കാം. അപ്പോൾ 1 3 14 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ 14/10 × 3/3. ഓക്കെ, അപ്പോൾ 3ഉം 3ഉം കട്ട് ചെയ്തു. 14/10. ഓക്കെ, ദാറ്റ് ഈസ് 1.4 kg. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ we have 7,407 divided by 6, that is 1,234.5. Use this result to find answers to the following questions without actual division. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഡിവിഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ നോക്കുക. 740.7 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇവിടെ എത്ര പോയിന്റ് ആണുള്ളത്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 740 പോയിന്റ്. അപ്പോൾ നമ്മുടെ ആൻസർ 1 2 3 4.5 ആണ്. ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ 740.7 ആണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഡെസിമൽ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 123.45. ഓക്കെ, ഇനി അടുത്ത നോക്കൂ.
74.07. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡോട്ടും മാറ്റി കുത്തണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും 12.345. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് 7.407 ഡിവൈഡഡ് ബൈ 6. ഇവിടെ എത്രയാണ്, 3 ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഇത്രയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് 3 പോയിന്റ് മാറ്റി കുത്തണം. അപ്പം 1 2 3. അപ്പം 1.2345 എന്താണ് മൂന്നാമത്തെ ആൻസർ. ഇനി അടുത്ത നോക്കൂ, 0.7407 ഡിവൈഡഡ് ബൈ 6. ഇവിടെ 4 ഡെസിമൽ പോയിന്റ് ഉണ്ട്. നമ്മുടെ ആൻസർ 1234.5 ആണ്. അപ്പോൾ 4 ഡെസിമൽ പോയിന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യും, 1 2 3 4 5 അല്ലേ. അപ്പോൾ നമ്മൾ 4 ഡെസിമൽ പോയിന്റ് ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. 0.1234.5. ഓക്കെ, 0 ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളും. ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ്, 1 2. അപ്പോൾ ഇവിടെ 1 2 3 4 5 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ 1 2 3 4. അപ്പോൾ 4 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 5-ന് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 0.01234.5 അതാണ് ലാസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, അത് ആൻസർ ആണ് അത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മുതൽ കാൽക്കുലേറ്റ് 5-ൻ്റെ പ്ലേസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യരുത്. നമ്മുടെ ഡെസിമൽ പോയിന്റ് നമ്മൾ കണക്കൂട്ടേണ്ടത് 4-ൻ്റെ അപ്പുറത്തു നിന്നാണ്. അപ്പം ആദ്യത്തെ നോക്കൂ, 740.7. 0.7 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡെസിമൽ പോയിന്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണക്കൂട്ടേണ്ടത് 1 2 3.45 ആണ്. ഓക്കെ, അപ്പം മറ്റേ പോലെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 2 3 4.5 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് തെറ്റാണ്, ഇതാണ് ശരി. ഇനി അടുത്തത് 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പം നമ്മൾ 12.345 ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് പേജ് നമ്പർ 80 ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നോക്കാം, ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ. ഇതിൻ്റെ ഡെസിമൽ ഫോം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ 3/5 ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3/5 ഇങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, 3/5 എടുത്തെഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡെസിമൽ ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻസിൻ്റെ ഫോംസിലാണ് എഴുതേണ്ടത്. അതായത് 10 100 അങ്ങനെ 1000 അങ്ങനെ പോകും. അപ്പോൾ 3/5 ഇതിനെ 10ലേക്ക് മാറ്റണം. നമുക്ക് ഏറ്റവും അടുത്ത 5-നോട് ഏറ്റവും അടുത്ത 10 ആണല്ലോ. അപ്പോൾ നമുക്ക് 10ലേക്ക് മാറ്റണം. 5-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് 10 100 അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് 5-നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക, 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 കിട്ടുക. അപ്പോൾ നമ്മൾ തീർച്ചയായും ന്യൂമറേറ്റർ എന്തുകൊണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യണം, ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 3-നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 കിട്ടി. ഓക്കെ, അപ്പോൾ 6/10 കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ കിട്ടും, ഒരു 0 ആണ്. അപ്പോൾ 6 ആണ്, ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക, 0.6. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഫോം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്തിലേക്ക് മാറ്റണം, ടെൻസിൻ്റെ ഫോമിലേക്ക് മാറ്റണം. ഇനി അടുത്തത് 4/5 ആണ്. ഇതേപോലെ തന്നെ ചെയ്യുക, 4/5. അപ്പോൾ നമുക്ക് 10ലേക്കാണ് മാറ്റേണ്ടത്. 5-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക. അപ്പോൾ നമ്മൾ 4-നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ 8/10 കിട്ടി. ഇനി 8/10-നെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒരൊറ്റ 0 ആണുള്ളത്. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് മാറ്റി കുത്തിയാൽ മതി. ഭംഗിക്ക് ഒരു 0യും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0.8 രണ്ടാമത്തെ ആൻസർ 0.8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/20 ആണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 1/20. അപ്പോൾ ഇതിൽ ടെൻസ് എന്തായാലും നടക്കൂല. പിന്നെ അടുത്തത് എന്താണ്, 100 ആണ്. അപ്പോൾ നമുക്ക് 100ലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ 20-നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക, 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക. 20 × 5 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിനെയും എന്തുകൊണ്ട് ചെയ്യണം, 1-നെയും 5 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്താ കിട്ടിയത്, ആൻസർ 5/100. ഇനി നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് വെച്ചാൽ ഇവിടെ 5 ആണുള്ളത്, പക്ഷെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. എക്സ്ട്രാ ഭംഗിക്ക് ഇവിടെ ഒരു 0യും ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.05 ആണ് നമ്മുടെ
ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 7/8 ആണ്. അപ്പോൾ ഇത് കുറച്ചൊരു പണിയാണ് അല്ലേ. 7/8 എന്ന് പറയുമ്പോൾ 25 ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ടെൻസിലേക്കും ഹൺഡ്രഡ്സിലേക്കൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. 8ൻ്റെ വരുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000ലേക്കാണ്. അപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചാൽ 10ൻ്റെ ഒരു മൾട്ടിപ്പിളും നമ്മൾ 8ൻ്റെ ഒരു മൾട്ടിപ്പിളും 10ൽ വരുന്നില്ല, 100ലും വരുന്നില്ല. പിന്നെ വരുന്നത് 1000ലാണ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഈ 8 വരുമ്പോൾ നമ്മൾ 1000 വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 1000 ആണ് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ 8നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക? എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ്? 125 കൊണ്ട് ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. 8നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. അപ്പോൾ നമ്മൾ 7നെയും എന്തുകൊണ്ട് ചെയ്യണം? 125 കൊണ്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 125 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. 7 ഇൻറ്റു 5 35, ബാലൻസ് 3 ഇവിടെ ഇട്ട് കൊടുത്തു. 7 ഇൻറ്റു 40 40 14 പ്ലസ് 3 17. 7 ഇൻറ്റു 7 പ്ലസ് 1 875. ഓക്കെ, അപ്പോൾ നമുക്ക് 7നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 875 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഇവിടെ 3 zeros ആണുള്ളത്, 875 ആണുള്ളത് അല്ലേ. അപ്പം നമുക്ക് പോയിന്റ് എവിടെ ഇട്ട് കൊടുക്കുക? ഇവിടെ ഇട്ട് കൊടുക്കുക. ഭംഗിക്ക് ഒരു 0യും ഇട്ട് കൊടുക്കുക. ഓക്കെ, 0.875 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 8 വന്നിട്ടുണ്ടെങ്കിൽ 1000ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് 125 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നമ്മൾ അല്ലെങ്കിൽ 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി 125 ആണ് ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 liters of milk is used to fill in 8 bottles of the same size. How many liters does each bottle hold? അപ്പോൾ 3 ലിറ്റർ മിൽക്ക് ഉണ്ട്, അത് 8 ബോട്ടിൽ സെയിം സൈസിൽ നമുക്ക് നിറയ്ക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ലിറ്റർ ഡിവൈഡഡ് ബൈ 8. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? 3/8. 3നെ എന്തുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമ്മൾ എഴുതുക 3/8 എന്നുള്ള രീതിയിൽ എഴുതാണ്. ഓക്കെ, അപ്പോൾ 3 liters ഓഫ് മിൽക്ക് യൂസ്ഡ് ടു ഫിൽ 8 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ 3/8, ഇവിടെ 8 വന്നു അല്ലേ. അപ്പോൾ 8 വന്നപ്പോൾ നമുക്കറിയാം 1000ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 8നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. അപ്പോൾ നമ്മൾ 3നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 125 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 375 കിട്ടി. ഇനി 375 കിട്ടിയാൽ നമുക്കറിയാം 3 zeros ആണുള്ളത്. അപ്പോൾ നമ്മൾ 375നെ 3 പ്ലേസ് മാറ്റിയിട്ടു. അപ്പോൾ നമ്മൾ 0.375, ഭംഗിക്ക് ഒരു 0യും ഇട്ട് കൊടുത്തു. അപ്പോൾ 0.375 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? എ റോപ്പ് 70 meters ലോങ് ഈസ് കട്ട് ഇൻറ്റു 25 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ മീറ്റേഴ്സ്? ഓക്കെ, ഒരു റോപ്പിൻ്റെ നീളം എത്രയാണ്? 17 മീറ്റർ ആണ്. 70 meters ആണ്. അത് എത്ര ഈക്വൽ പാർട്സിലേക്കാണ് മാറ്റിയത്? 25 ഈക്വൽ പാർട്സിലേക്കാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് 17/25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. എ റോപ്പ് 70 meters ലോങ് ഈസ് കട്ട് ഇൻറ്റു 25 ഈക്വൽ പീസ്. അപ്പോൾ 17/25. അപ്പോൾ 70/25 എന്ന് പറയുമ്പം നമുക്ക് 25 ടെൻസ് എടുക്കാൻ പറ്റൂല, ചെറുതാണ്. ഇനി പിന്നെ അടുത്ത ആളാരാണ്? 100 ആണ്. ഓക്കെ, അപ്പോൾ 25നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക. അപ്പോൾ നമ്മൾ 70നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. 17 × 4 എത്ര നമുക്ക് കിട്ടുക? 68 ആണ് കിട്ടുക. അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനി 68/100 ആണ് അല്ലേ. 68/100 ആണ്. അപ്പോൾ 2 zeros ആണുള്ളത്. അപ്പം 2 പ്ലേസ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ 0.68, ഭംഗിക്ക് ഒരു 0യും ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പേജ് നമ്പർ ഏതാ നമ്മൾ ചെയ്യുന്നത്? പേജ് നമ്പർ 80 ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ലാസ്റ്റ് പ്രോബ്ലം ആണ് നാലാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, 19 kilograms ഓഫ് റൈസ്. എത്ര കിലോഗ്രാമാണ് റൈസ് ഉള്ളത്? 19 kilogram വാസ് ഈക്വലി ഡിവൈഡഡ് among 20 people. ഹൗ മച്ച് കിലോഗ്രാം ഡിഡ് ഈച്ച് കിറ്റ്? എത്ര ആണ്? 19 കിലോഗ്രാം അരി ഉണ്ട്, അത് 20 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 19/20. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? 20 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 19 kilogram ഓഫ് റൈസ് വാസ് ഈക്വലി ഡിവൈഡഡ് among 20 people. അപ്പോൾ 90/20 എന്ന് പറയുമ്പം ടെൻസ് പറ്റൂല.
അപ്പോൾ നമുക്ക് അടുത്ത ചോയ്സ് 100ന് കൊടുക്കാം. അപ്പോൾ 100 20 കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക? നമുക്കറിയാം 5 ആണ്. അപ്പോൾ 19 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 19 ഇൻറ്റു 5 എത്രയാണ്? 95 ആണ്. അപ്പോൾ 95/100. ഓക്കെ, 95/100 ആകുമ്പോൾ 2 zeros ഉള്ളത്. അപ്പോൾ 2 പ്ലേസസ് മാറ്റി കുത്തി 0.95. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പ്രോബ്ലംസ് ചെയ്തു. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഇതിന് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5 ആകുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 കിട്ടും. 5 പിന്നെയും വന്ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 10 കിട്ടി. 20 വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 100 കിട്ടും. 8 വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 125 കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 1000 കിട്ടും. ഈ നിലയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് എന്താണ്? പേജ് നമ്പർ 81 ആണ്. ഓക്കെ, പേജ് നമ്പർ 81 ആണ് നമ്മുടെ അടുത്ത പ്രോബ്ലം നിൽക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലാകെ 3 ചോദ്യമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് വരുന്നത് ഡെസിമൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഡിവിഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം. എ റിബൺ 40.5 centimeters long is cut into 2 equal pieces. What is the length of each piece in centimeters? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 14.5 centimeter നീളമുള്ള റിബണ് 2 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ നമ്മൾ എന്താ 2 എന്ന് പറയുമ്പോൾ എന്താണ്? 14.5/2 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെ ഇത് ചെയ്യും? അപ്പം 14 ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14.5 ആണ്. നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 14.5 ഡിവൈഡഡ് ബൈ 2 ആണ് ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? 14.5 ഇൻ ഡിവിഷൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? 2 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ദ ഡിവിഷൻ ബൈ മൾട്ടിപ്ലിക്കേഷൻ ബൈ 1/2 ആൻഡ് കൺവേർട്ട് ഇൻ ടു ദ ഡെസിമൽ ഇൻ ടു ഫ്രാക്ഷൻ. ആദ്യം നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതണം. അപ്പോൾ 14.5 എന്ന് പറയുമ്പം അതിനർത്ഥം എന്താണ്? നമ്മൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റു ചെയ്യുക, റെസിപ്രോക്കൽ വെച്ചിട്ട് ഇൻറ്റു ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 14.5 ഇൻറ്റു അപ്പോൾ 2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് 2/1 ആണ്. 2/1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/2 ആണ്. ഇപ്പോൾ 14.5 ഇൻറ്റു 1/2 ഇങ്ങനെയാണ് ഇത് വരിക. ഓക്കെ, 14.5 അതായത് 14.5 ഡിവൈഡഡ് ബൈ 2നെ നമ്മൾ ഇങ്ങനെ എഴുതി 14.5 ഇൻറ്റു 1/2. ഈ 1/2 എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഡിവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് അത്രയും മനസ്സിലായല്ലോ. 14.5 ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 14.5നെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. അപ്പോൾ 14.5 എന്ന് പറയുമ്പോൾ 145/10 ഇൻറ്റു 1/2 ഇങ്ങനെ നമ്മൾ എഴുതി. ഇപ്പോൾ ആൻസർ എത്രയാണ്? 145/20. 10 ഇൻറ്റു 2 20. 145 ഇൻറ്റു 1 145/20. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഈ 145നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഈസിലി ഫ്രാക്ഷൻ കാണണം. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ എന്താക്കണം? 100 ആക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ 100 ആക്കണം, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് 145/20 ആണ്. അപ്പോൾ നമുക്ക് 100 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് 20നെ ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലേ നമുക്ക് 100 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 145നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 145നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്ര കിട്ടും? 5 ഇൻറ്റു 5 25, ബാലൻസ് 2. 4 ഇൻറ്റു 5 20. 20 പ്ലസ് 2 22, ബാലൻസ് 2. 5 പ്ലസ് 1 ഇൻറ്റു 5 5. 5 പ്ലസ് 2 7. അപ്പോൾ 725 നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത് 725/100. അപ്പോൾ ഇനി ഇത് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ എന്താണ്? ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്ലേസ് മാറ്റി കുത്തുക. 7.25 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 7.25. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. പെരിമീറ്റർ 20.5 മീറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്.
അപ്പോൾ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 20.5 ഡിവൈഡഡ് ബൈ 4. ഈ ഡിവിഷനെ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. അപ്പോൾ എന്തൊക്കെ മാറ്റം വരും? 20.5 ഈ ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 എന്നുള്ളത് അതിൻ്റെ ഇതിപ്പോൾ 4/1 ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/4 ആണ്. ഇപ്പം 20.5 ഇൻറ്റു 1/4 നായി. ഓക്കെ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. 20.5 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 20.5 ഇൻറ്റു 1/4. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 20.5 എന്നുള്ളതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലാക്കുമ്പോൾ എന്ത് ചെയ്യും? 2.205 ബൈ 10 ഇൻറ്റു 1/4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 ഇൻറ്റു 205 എന്ന് പറയുമ്പോൾ 205, 10 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 40. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഡിനോമിനേറ്റർ പവർ ഓഫ് 10 ആക്കണം, അതായത് 100ഓ 1000ഓ ആക്കണം. അപ്പോൾ നമുക്ക് 40ൻ്റെ മൾട്ടിപ്പിൾസിൽ 100 വരുന്നില്ല, പിന്നെ വരുന്നത് 1000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 40നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക? 25 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. ഓക്കെ, 40നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. അപ്പോൾ നമ്മൾ ഈ 205നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 205നെയും നമ്മൾ ന്യൂമറേറ്ററിനെയും 25 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 205, 205നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 5 ഇൻറ്റു 5 25, 5 0 0, അപ്പോൾ 2 ഇട്ടു. 5 ഇൻറ്റു 2 10. ഓക്കെ, ഇനി 2 വെച്ച് വെക്കേണ്ട 2 ഇൻറ്റു 5 10. ഇനി 2 0 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പം നമുക്ക് ബാലൻസ് ഉള്ള 1 ഇവിടെ എഴുതാം. 2 ഇൻറ്റു 2 4. ഇപ്പം നമ്മൾ കൂട്ടാൻ 5 2 1 5. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക. 5125, 5125 ഡിവൈഡഡ് ബൈ 1000. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 3 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 3 പ്ലേസ് മാറ്റി കുത്തണം. അപ്പോൾ 5.125 5.125. നമ്മുടെ ആൻസർ എത്രയാണ്? 5.125. ഇനി നമുക്ക് ഇതിലുള്ള ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം നോക്കാം. ദ പ്രൈസ് ഓഫ് 6 പെൻ ഈസ് 40.50. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 പെൻ? അതായത് 6 പെന്നിന് 40 രൂപയും 50 പൈസയുമാണ്. അപ്പോൾ ഒരു പെന്നിന് എന്താ വില? ഓക്കെ, ടോട്ടൽ പ്രൈസ് 40.50, നമ്പർ ഓഫ് പെൻസ് 6. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ 40.50 ഡിവൈഡഡ് ബൈ 6. ഈ 40.50നെ നമ്മൾ എങ്ങനെ ഇത് നമുക്ക് ഇനി ഇൻറ്റുവിലേക്ക് മാറ്റുമ്പോൾ 40.50 ഇൻറ്റു 1/6. 1/6 എന്താണ്? റെസിപ്രോക്കൽ ഓഫ് 6 ആണ്. അപ്പോൾ നമുക്ക് അതുവരെ മനസ്സിലായല്ലോ. 40.50 ഇൻറ്റു 1/6. ഇനി നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ഫോമിലാക്കുമ്പോൾ ഇവിടെ 2 പ്ലേസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 2 0 കൊടുത്തു. എത്ര ആവും? 4050 ബൈ 100 ഇൻറ്റു 1/6. അപ്പോൾ നമ്മുടെ ആൻസർ എന്താക്കും? 4050 ബൈ 6 ഇൻറ്റു 100 600. ഓക്കെ, അതുവരെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? We can simplify the fraction by dividing numerator and denominator by 6. നമുക്ക് ഇതിനെ എന്താണ് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? ഇതിനെ രണ്ടിന് 6 ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും 10 കിട്ടിയാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഡിവിഷൻ ചെയ്യാം. 4050നെ ഡിവൈഡഡ് ബൈ 6 ചെയ്തപ്പോൾ 675 കിട്ടി. 600നെ ഡിവൈഡഡ് ബൈ 6 കിട്ടിയപ്പോൾ എത്ര? 100ഉം കിട്ടി. അപ്പോൾ നമ്മൾ 675 ബൈ 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 6.75 എന്ന് എഴുതാം. ഇനി ഇതിനെ 4050 നമ്മൾ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടണം, എന്നാലേ നമ്മുടെ ആൻസറൊക്കെ ശരി. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾ തറോ ആക്കണം. 7ാം ക്ലാസ് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ അതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടാവും. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യണം. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി നോക്കണം. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട്, അതായത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോൾ നിങ്ങൾ എന്തായാലും രണ്ടാമതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പാകപ്പിഴ വന്നു. ഇപ്പോൾ 675ന് പകരം നിങ്ങൾക്ക് 655 കിട്ടി. മൊത്തത്തിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോയി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്. നമുക്കിനി ലാസ്റ്റ് ഒരു
3 പ്രോബ്ലംസും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. പേജ് നമ്പറാണ്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി കാണുക. പിന്നെ മാത്സിൽ എനിക്ക് പറയാനുള്ളത്, മാത്സ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും ബുക്കും പെന്നും എടുത്തിരിക്കണം. എന്നോടൊപ്പം ചെയ്തു പോകണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി ഒരു ചോദ്യം നോക്കാം. 3 ചോദ്യമേ ഉള്ളൂ. എ വെസൽ കണ്ടെയ്ൻസ് 4.05 liters of coconut oil. It is to be used to fill 0.45 liter bottles. How many bottles are needed? ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ കയ്യിൽ 4 ലിറ്റർ 0.05 ലിറ്റർ കോക്കനട്ട് ഓയിൽ ഉണ്ട്. അത് 0.45 ലിറ്റർ ഉള്ള ബോട്ടിലേക്ക്, അതായത് ചെറിയ ബോട്ടിലേക്ക് നിറയ്ക്കണം. എത്ര ബോട്ടിൽ വേണം? അപ്പം നമ്മൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിവിഷൻ ആണ്. അതായത് 4.05 ഡിവൈഡഡ് ബൈ 0.45 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ വോളിയം 4.05 ലിറ്റേഴ്സ്. വോളിയം പെർ ബോട്ടിൽ 0.45. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4.05 ഡിവൈഡഡ് ബൈ 0.45. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത്? ഇത് രണ്ടും എന്താണ്? ഡെസിമൽ ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. 4.05 കൺവേർട്ട് ചെയ്യുമ്പോൾ 405 ബൈ 100. ഓക്കെ, ഡിവൈഡഡ് ബൈ 0.45 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 45 ബൈ 100. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിവിഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ഇൻറ്റുയിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ്? 405 ബൈ 100 ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കെ തിരിച്ചിടുക. അപ്പം 0 ബൈ 45. അപ്പോൾ ഇവിടെ വരുന്നത് ഇവിടെ 100 വന്നു. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ 100 വന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളത്? 405 ഡിവൈഡഡ് ബൈ 45. ഇതിനെ നമ്മൾ ഡിവിഷൻ തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുക. 405 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ നമുക്ക് 9 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് 9 ബോട്ടിലാണ് അത് നിറയ്ക്കാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അയൺ റോഡ് 17.5 meters long is cut into pieces of length 2.5 meters each. How many pieces are there? അപ്പോൾ 17.5 മീറ്റർ ഉള്ളത് അയൺ റോഡ് നമ്മൾ 2.5 ഉള്ള മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര പീസ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തു നോക്കാം. ടോട്ടൽ ലെങ്ത് 17.5 meters. ലെങ്ത് പെർ പീസ് 2.5 meter. 17.5 ഡിവൈഡഡ് ബൈ 2.5. ഇപ്പം ഇനി നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 175 ബൈ 10, 100, 25 ബൈ 100. 10. 100 അല്ല, 10 ആണ്. 0.5 ഒരൊറ്റ പ്ലേസേ ഉള്ളൂ. അപ്പോൾ 10 മതി. പറയുമ്പോൾ പറഞ്ഞു പോയതാണ്. 175 ബൈ 10 ഡിവൈഡഡ് ബൈ 25 ബൈ 10. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ റെസിപ്രോക്കൽ കാണുക. അപ്പോൾ 175 10 ഇൻറ്റു 10 ബൈ 25. അപ്പോൾ നമ്മൾ 10ഉം 10ഉം കട്ട് ചെയ്തു. അപ്പോൾ എന്താ വരിക? 175 ബൈ 25. 175 25ൽ എത്ര ടൈംസ് പോകും? 7 ടൈംസ് പോകും. അപ്പോൾ നമുക്ക് എത്ര ആണുള്ളത്? 7 പീസസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ്. 6.5 kilograms of chili powder was packed in 0.25 kilogram packets. How many packets are there? Okay, 6.5 കിലോഗ്രാം 6.5 കിലോഗ്രാം ചില്ലി പൗഡർ ഉണ്ട്. അത് നമുക്ക് 0.25 കിലോഗ്രാം ഉള്ള പാക്കറ്റിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 6.5 കിലോഗ്രാം ആണ്. പെർ പാക്കറ്റ് എത്ര വേണം? 0.25 ആണ്. അപ്പോൾ നമ്മൾ 6.5 ഡിവൈഡഡ് ബൈ 0.25. ഓക്കെ, 6. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ മെത്തേഡ് ആകുമ്പം 65 ബൈ 10 ഡിവൈഡഡ് ബൈ 25 ആണ്. അപ്പോൾ നമുക്ക് 2 സീറോസ് വേണം. 25 ബൈ 100. ഇനി നമ്മൾ ഈ ഡിവിഷനെ നമ്മൾ ഇൻറ്റു ആക്കണം. അപ്പോൾ നമുക്ക് 65 ബൈ 10 ഇൻറ്റു 100 ബൈ 25. അപ്പോൾ ഇവിടെ സീറോസും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഉള്ളത് 65 ഇൻറ്റു 10, അതായത് 650 ബൈ 25. 650നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 26 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.